നല്ല രുചിയുള്ളൊരു പച്ചക്കറിയാണ്. അപ്പം നല്ല രുചിയാണ് ഇതിനകത്ത്. കൂടുതലും ബീഹാറിലാണ് പോകുന്നത്. ബീഹാർ, വെസ്റ്റ് ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മെഴുക്കൊക്കെയാക്കാനും സാമ്പാറിനകത്ത് ഇടാനും അതിനകത്ത് ഇടാനും ഒക്കെ നല്ല രുചി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ഇതിനകത്ത് അരി മാറ്റിയിട്ട് മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ ഓയിലി ടൈപ്പാണ്. ഇൻഫാക്റ്റ് അങ്ങനെ കുറേ പല സാധനങ്ങളും പാവയ്ക്കായാലും എന്തൊക്കെ പാവയ്ക്ക ഇങ്ങനെയുള്ള പല സാധനങ്ങളും അകത്ത് മസാല ഫില്ല് ചെയ്തിട്ട് ചിലതിനകത്ത് മസാല ഫില്ല് ചെയ്യും, ചിലതിനകത്ത് ഉരുളൻകിഴങ്ങ് വേവിച്ച് കുടച്ച് മസാല ചേർത്തത് ഫില്ല് ചെയ്യും. ക്യാപ്സിക്കം പോലുള്ളതിനകത്തൊക്കെ തക്കാളിക്കൊക്കെ അങ്ങനെയൊക്കെ ഫില്ല് ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എക്സസ് ഓയിലാണ്. എല്ലാത്തിനും ഓയിൽ നല്ലപോലെ വേണം. ഞാൻ സാമ്പാറിനകത്ത് ഇടാറുണ്ട് ഇത്. എൻ്റെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ആന്ധ്രയിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ആന്ധ്രയ്ക്കല്ല സാമ്പാറിനകത്ത് ഈ പച്ചക്കറി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓർക്കല്ല, പക്ഷേ ഒരു ഊഹമാണ്. അന്ന് പേരറിയില്ലായിരുന്നു. പിന്നീട് ഇത് വാങ്ങിച്ച് സാമ്പാർ വെച്ചപ്പോഴാണ് അറിയുന്നത് അതേപോലുള്ള കഷ്ണം അവർ വലുതായിട്ട് മുറിച്ചിട്ട് നമുക്കിത് മസാല പരത്തിയെടുക്കാം. റൊട്ടിക്ക് മെയിനായിട്ട് റൊട്ടിക്കായിട്ടുള്ള കറിയാണ്. ഇവിടെ തണുപ്പ് തുടങ്ങിയുകൊണ്ട് നമ്മുടെ ആഹാരത്തിൽ മെയിൻ ഐറ്റം ചപ്പാത്തിയാണ്. ഉച്ചയ്ക്ക് കൊണ്ടുപോകാനായാലും രാവിലെ കഴിക്കാനായാലും എല്ലാം. കാരണം അരി ഉഴുന്നും അരച്ച് വെച്ച് കഴിഞ്ഞാൽ ദോശയ്ക്ക് ഇവിടുത്തെ തണുപ്പിന് പുളിക്കില്ല. 2-3 ദിവസം ഇരുന്നാലും പുളിപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ അരച്ചുപോലെ ഇരിക്കും. പിന്നെ ഓരോരുത്തരും മിക്സ് എന്തൊക്കെയോ ചെയ്തിട്ട് സോഡാക്കാരം പോലുള്ള ഐറ്റം എന്തൊക്കെ ഇട്ടിട്ട് ചിലവർ ചെയ്യാറുണ്ട്. എനിക്കതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന അരിയും ദോശയും ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ അത് വളരെ ഉണ്ടാക്കാറില്ല. കിട്ടും, മാവ് കിട്ടും. ഇടയ്ക്ക് അത്യാവശ്യം തോന്നിയ മാവ് വാങ്ങിക്കും. അതർവൈസ് ഇവിടെ ഗോതമ്പ് ഐറ്റം തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പുട്ടോ അരിപ്പുട്ടമാണ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പുളിക്കുണ്ടാക്കുന്നത്. എളുപ്പം വേണ്ടുന്നൊരു പച്ചക്കറിയാണ്. അത്ര പൊടിയായിട്ട് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാങ്ങുമ്പോൾ ഇത് വേവും. ഇത് വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് രുചി. എന്നാൽ ഇത്തിരി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് വെക്കുന്നില്ല. ഇതറിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് മസാല ഉള്ളത് ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ ആദ്യം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. കഴുകിയിട്ട് കൊണ്ടുവന്ന ഉള്ളിയും എല്ലാ സാധനങ്ങളും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ആരും എല്ലാം നല്ലപോലെ കഴുകാൻ ശ്രമിക്കുക. കഴുകുന്നതൊന്നും ഒരു വീഡിയോയ്ക്കകത്ത് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയൊക്കെ കോമൺ സെൻസുള്ള ആളുകളാണ് സാധാരണ നമ്മുടെ നാട്ടുകാർ. അറിയില്ല എന്ന് പറയേണ്ട ഒരു കൂടിയില്ല. പച്ചക്കറികളായാലും ആഹാര സാധനങ്ങൾ എന്തായാലും പാത്രങ്ങളെല്ലാം വളരെ വൃത്തിയോടെ കഴുകണമെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. വെറുതെ വീഡിയോയുടെ ടൈമർ അയക്കാനായിട്ട് ആളുകൾ തുമ്മുന്നതും കഴുകുന്നതും തുടയ്ക്കുന്നതും ഒക്കെ കാണിക്കുന്നതാണ്. ഓരോരുത്തരുടെ ചോയ്സാണ് അതൊക്കെ. ഞാൻ ജസ്റ്റ് വീഡിയോ കംപ്ലീറ്റ് എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത്യാവശ്യമുള്ള ഭാഗം മാത്രം കാണിച്ചിട്ട് എപ്പോഴെപ്പോഴും വീഡിയോ നിർത്താൻ ചിലപ്പോൾ
തക്കാളിക്ക് ചേർക്കാം. എൻ്റെ തക്കാളിക്ക് ഇവിടെ ആക്ച്വലി തീർന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇത്തിരി പുളിക്ക് ഡ്രൈ മാംഗോ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അധികം പുളി വേണ്ട ഇതിന്, ചെറുതായിട്ട് പുളി മതി. തക്കാളിക്ക് ചേർക്കുന്ന ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതി. അതിൽ നാട്ടിലുള്ള നമ്മുടെ പല സൈസിലുള്ള പുളി ഐറ്റങ്ങളുണ്ടല്ലോ, എന്തിട്ടാലും കുഴപ്പമില്ല. അളവ് കുറച്ച് ഒന്നുമില്ലെങ്കിൽ ഒന്നും വിടാതെ ഉണ്ടാക്കും. 2 കൊച്ചു പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി അല്ലി 2 എടുക്കുന്നത്. വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ കറിക്കകത്ത് അത് നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ചതച്ചിട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ ഇവിടെ ചതയ്ക്കാനുള്ള സാധനം കൊണ്ടിട്ടില്ല. ഞാൻ അടുക്കളയിൽ നിന്നുമല്ല കുറച്ച് തന്നിരുന്ന അരിഞ്ഞിട്ടുണ്ട്. കിച്ചണിലോട്ട് പോകാം. 4 ടീസ്പൂൺ എണ്ണയ്ക്കകത്ത് 1/2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചത് ഇട്ടിട്ട് അതിൻ്റെ കൂടെ 2 വലിയ സവാള അരിഞ്ഞതും 2 വലിയ വെളുത്തുള്ളി 2 പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചതച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ സുഗരമെടുക്കാം. അതിനകത്ത് 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി എളുപ്പം ഒന്ന് മൂട്ടി വെക്കണം. ഗോൾഡൻ കളർ വരെ നമ്മൾ ഇതൊന്ന് നോക്കിക്കും. കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് എരിവ് ഇത്തിരി കുറവ്. ശകലം മല്ലിപ്പൊടി ചേർക്കും, 1/4 സ്പൂണോ ഏകദേശം. ഒരു ശകലം കായപ്പൊടി, ഉലുവ കുറച്ചൊരു ശകലം. ഈ ശകലം എന്ന് പറയുമ്പം വിലറാണ്. 1/4 സ്പൂണിനും താഴെയാണ്, അതാണ് ഉദ്ദേശിച്ച് ശകലം എന്ന് പറഞ്ഞ് തട്ടുന്നത്. സ്പൂണിന് കണക്കം പറയാനില്ല. 4-ലൊന്നും 5-ലൊന്നും 6-ലൊന്നും 7-ലൊന്നും എന്ന് പറഞ്ഞ് സമയം കളയണ്ട. അതൊരു ജസ്റ്റ് പിഞ്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇത് മാങ്ങാപ്പൊടിയാണ് കേട്ടോ, ഞാൻ തക്കാളിക്ക് ചേർക്കുന്നില്ല. തക്കാളിക്ക് ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ്. അപ്പോൾ മാങ്ങാപ്പൊടി ശകലം. ഇവിടെ പച്ചമാങ്ങ ഉണക്കി പൊടിക്കുന്ന പൊടി കിട്ടും. ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വേണ്ടിയും കിട്ടും, കടകളിലൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ തക്കാളിക്ക നമ്മുടെ നാട്ടിലെ പുളിയായിട്ട് ഉപയോഗിക്കുന്ന എന്ത് സാധനവും ശകലം പുളിക്ക് ഉപയോഗിക്കുക. ഒന്നും കിട്ടിയില്ലെങ്കിൽ പുളിയില്ലാതെ ഇത് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോയിട്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അതൊക്കെ ഒത്തിരി മെനക്കെട്ടാണ് കുറച്ചൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് വേറൊരാളുടെ ഹെൽപ്പില്ലാതെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നല്ല ജോലിയാണ്. വേറൊരാൾ ഷൂട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഈസിയായിട്ട് നമ്മുടെ ജോലി ചെയ്താൽ മതി, അവർ ചെയ്തു കൊടുക്കുന്നത്. ഇത് ഒരാൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് നല്ല മെനക്കെടാണ്. ഒരു
1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂണോളം കടലമാവ് സ്കിപ്പ് ചെയ്തത് കുഴപ്പമില്ല. ഇനി നല്ലപോലെ കടലമാവിൻ്റെ പച്ചപ്പ് ഇനിയും കിടന്ന് ഈ മസാല കിടന്ന് വെച്ചിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ നമ്മൾ വറക്കണം. പച്ച അല്ലെങ്കിൽ പച്ച ടേസ്റ്റ് ഈ പച്ചക്കറി സമയത്തിന് ചെറിയ ഒത്തിരി കുറച്ചിട്ടിരിക്കുക കരിയണ്ട. ഈ സമയത്തിന് ഇച്ചിരി മല്ലിയിലയുണ്ട്. ഇതും ഓപ്ഷനാണ്. ഉള്ളവരിടുക, ഇല്ല കരിയാപ്പില മാത്രം ചേർത്താൽ മതി. ഇവിടെ തണുത്ത സമയത്ത് മല്ലിയില ഇഷ്ടം പോലെ കിട്ടും. ഈ മല്ലിയില വളരെ നല്ലൊരു ശരീരത്തിന് നല്ല രുചിയാണ്. പച്ച ഇതിൻ്റെ മണം എല്ലാവർക്കും പിടിക്കാൻ തോന്നുന്നില്ല. ഒരു വല്ലാത്ത മണം, കരിയാപ്പിലയുടെ നല്ല മണം തോന്നുന്നില്ല. പക്ഷേ ഇത് കറിക്കകത്ത് നല്ല രുചിയാണ്. നല്ല രുചിയാണ് കറിക്കകത്ത്. ഞങ്ങൾ ഇത് വെച്ചിട്ട് ഇത് അരിഞ്ഞ് ഫില്ല് ചെയ്തിട്ട് പൊറോട്ടയൊക്കെ ഉണ്ടാക്കും. പീസ് പൊട്ടറ്റോ പൊറോട്ട ഉണ്ടാക്കുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെക്കുന്ന പോലെ തന്നെ ഇത് ചേർത്ത് പൊറോട്ട ഉണ്ടാക്കും. നല്ല രുചിയാണ്. ഇതിനകത്ത് എക്സസൈസ് ചേർക്കുന്നത് 4 സ്പൂൺ എണ്ണ ചേർക്കുന്നത് നമ്മൾ സാധാരണ കറികളിൽ നിന്നും വ്യത്യസ്തമായിട്ട്. കാരണം ഇതിനകത്ത് കിടന്ന് ഉള്ളിയും കാര്യങ്ങളെല്ലാം നല്ലപോലെ കരിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് തവിയുടെ അറ്റം മണപ്പിച്ച് നോക്കിയാൽ കടലമാവിൻ്റെ മൂപ്പല്ല മതി. നല്ലൊരു സ്മെല്ല് വരും കടലമാവ് മൂപ്പിട്ടുണ്ടാകും. ഇതിന് പിന്നെ എല്ലാ മസാലയും ഉണ്ട് കാണും. കുരുമുളക് പൊടിച്ചതില്ല, കുരുമുളക് പൊടിച്ച് ചേർക്കേണ്ടത്. എനിക്ക് കുരുമുളക് പൊടിച്ചെടുത്താലേ ഉള്ളൂ ലാസ്റ്റ് പിന്നെ ഞാൻ പൊടിച്ച് ചേർത്തോളാം. നിങ്ങളോട് വലിയ ഉണ്ടെങ്കിൽ ചേർത്തെടുത്തോളൂ. എല്ലാം നോക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതിലാണ് കാര്യങ്ങളായിരുന്നു വെച്ചിരിക്കുന്നത്. കാര്യം എങ്ങനെയാണ് ഓരോ സൗകര്യത്തിനില്ല വട്ടത്തിൽ വേണ്ടിയെടുക്കാം. രണ്ടായിട്ട് കീരി വട്ടത്തിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. രണ്ടായിട്ട് മുറിച്ച് പിന്നെ ഇങ്ങനെ കീരിയെടുക്കുന്ന ഇതുമാക്കാം. അതായത് നമ്മളൊരു ശകലം വെള്ളം ചേർക്കും. ചൂടുവെള്ളം വേണം ചേർക്കണം. ഇതൊന്നും വെള്ളം ചേർത്തിട്ട് ചൂടാക്കാം. ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് ഇതിൻ്റെ. ഫില്ല് ചെയ്തിൻ്റെ ഒരു ആവശ്യമില്ല. ഇല്ലേ നമ്മുടെ നാട്ടിൽ ഉരുളക്കിഴങ്ങിന് തൊലി കൊണ്ട് ചിരണ്ടി ഉള്ളവർക്കുള്ള അതുപോലെ ചിരണ്ടി കൊണ്ട് അതായത് മുറിച്ച് തൊലി കളയില്ല. കോവയ്ക്ക പോലെ തന്നെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ്. പൊതുവെ ആളുകൾ അധികം ഗവനിക്കാത്ത പച്ചക്കറികളാണ് കോവയ്ക്ക. അതല്ല നമ്മുടെ നാട്ടിൽ കോവയ്ക്ക ചുമ്മാർക്കും ഒരു വലിയ കോവയ്ക്കൊക്കെ ഷുഗറിൻ്റെ അസുഖമുള്ളവർക്കോ ഒക്കെ വളരെ നല്ല സംഗതിയാണ് കോവയ്ക്ക. അതുപോലെ ഇതുവരെ ഇതൊക്കെ കഴിക്കണം. വാങ്ങിച്ച് കിട്ടുവാണെങ്കിൽ കഴിക്കണം. നമ്മുടെ നാട്ടിൽ പക്ഷേ അധികം ഉണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാം ഒന്നും നല്ല വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടുവെള്ളം ഒഴിക്കണമെങ്കിൽ വെള്ളം ഇവിടെ തണുപ്പാണ്. ഇവിടെ എത്ര വെള്ളം ചൂടാക്കിയാലും ഇവിടെ 15-20 മിനിറ്റ് കൊണ്ട് വെള്ളം തണുക്കും തോന്നി. നല്ല തണുപ്പുണ്ടെങ്കിൽ വെളിയിലാണ് ഇഷ്ടം.
അത്യാവശ്യം തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുന്നിടത്തുണ്ട്. ഫ്ലാസ്കിൽ ഒന്ന് ഒഴിച്ച് വെച്ചാൽ ചൂടായിട്ടിരിക്കില്ല. ഫ്ലാസ്കിലൊക്കെ വെള്ളം അല്ലാത്ത സമയത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ വെള്ളത്തിന് ചൂട് കാണും. ഇതേപോലെ 24 തൊട്ട് 2 മണിക്കൂർ പോലും വെള്ളത്തിന് ചൂട് നിൽക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ശകലം വെള്ളം ചേർക്കുകയാണ്. അധികം വെള്ളമില്ല. ഒരു കുറച്ച് കപ്പിന് അരക്കപ്പ് കേട്ടോ, അരക്കപ്പ്. ഈ വെള്ളം ഇല്ലാതെ ചെറിയ തീ കിടന്നിത് വേവണം. പിന്നെ വെന്തില്ല ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് നമുക്ക് അരക്കപ്പേ ചേർക്കുള്ളൂ. തോന്നി കുറവാണ് ചൂട് വെച്ച് ഒരു 1/4 കപ്പ് കൂടെ. ആദ്യം വെച്ചത് ചീനിച്ചിട്ട് ഇത്രയും ചൂടായിരുന്നു. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിരിക്കുകയാണ്. പതുക്കെ വേവട്ടെ. നല്ലപോലെ വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ അതേ വെച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് കുറവാണ് തോന്നുകയാണെങ്കിൽ ചേർക്കാം. ബാക്കി കറി റെഡിയാണ്. എന്നെങ്കിലും ഈ പച്ചക്കറി കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഇതൊന്ന് ഉണ്ടാക്കി വെച്ച് നോക്കണം. സൂപ്പറാണ്.